ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഞണ്ടുലർത്ത് നോക്കിയാലോ. അതിനാവശ്യമായ ഞണ്ട് കഴുകി ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞണ്ടുകുട്ടന്മാർ അവിടെ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു പാൻ എടുത്തു, അത് ചൂടായി എണ്ണ ഒഴിച്ച് ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനൊരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഒരു 3 സവാള അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങാപ്പീര ഞാനിവിടെ ചിരവിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഇടാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതും ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കിനും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ഒരു പച്ചമണം മാറട്ടെ. ഞാനിനി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവിനാവശ്യമായി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് മൂത്ത് ഒന്ന് ഉലർത്തിയെടുക്കാം. അതിലേക്ക് ഞണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമുക്ക് അതിലേക്ക് പൊടിച്ച കുരുമുളകല്ല, ഒന്ന് ജസ്റ്റ് ചതച്ച കുരുമുളക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഞണ്ട് ഉലർത്ത് റെഡിയായിരിക്കുന്നു. ഇനി അതിനോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്